എന്തൊക്കെ മനോഹരമായ സ്വപ്നങ്ങളായിരുന്നു. ഋതികയ്ക്ക് വധശിക്ഷ, അല്ലെങ്കിൽ ജീവപര്യന്തം, അവൾ അട്ടക്കുളങ്ങര ജയിലിലേക്ക്, തുടർന്ന് വീട്ടില് വല്യമ്മാവിന്റെ കെയർ ഓഫിൽ 4 നേരം ഫുഡ് അടിച്ച് നടക്കുന്ന ശേഖരൻ എന്ന വാഴയെ അടിച്ചോടിച്ച് അമ്മയും ഞാനും കൂടി എല്ലാ കമ്പനിയുടെയും MD. ഇടയ്ക്കിടയ്ക്ക് അട്ടക്കുളങ്ങര ജയിലിൽ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് അമ്മ ചെല്ലുന്നു. എന്നിട്ട് ഋതികയെ ചീത്ത വിളിച്ചിട്ട് തിരിച്ചു പോരുന്നു. ഇതൊരു വഴിപാട് പോലെ തുടരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, അമ്പും വില്ലും, തേങ്ങാക്കോല, ഒടുവിൽ പവനായി ശവമായി. ഇരിക്കുന്ന ഇരിപ്പണ്ട ദൈവം പോലും കഞ്ഞി കുടിക്കില്ല. മതിയുടെ കളിയാക്കിയത്. നിനക്കൊക്കെ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തോ അതൊക്കെ 8 നിലയിൽ പൊട്ടും. സത്യത്തില് കോടതിയിൽ എന്തൊക്കെയാ നടന്നത്? ദീപക് മോനെ, നീ ഒന്ന് വിവരിച്ച്. എന്റെ അങ്കിളെ, നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടറിനെ എടുത്തിട്ട് ആ വക്കീല് പകിട കളിക്കായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും സൂര്യമംഗലത്തെ ചോരയല്ലേ അവള്. സാക്ഷാൽ മഹാദേവവർമ്മയുടെ കൊച്ചുമകള്. അവളെ ഒന്ന് തൊടാൻ പറ്റില്ല. മീഡിയക്കാരെ കൊണ്ടും പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടും പിന്നെ ഗുണ്ടകളെ കൊണ്ടുമൊക്കെ ഞാൻ കളിപ്പിച്ച കളിയൊക്കെ പാഴായി പോയില്ലേ? കാശ് എത്രയാ ഒഴുക്കിയത്? കള്ളെത്രയാ ഒഴുക്കിയത്? കാശ് എത്ര പോയി? എന്നിട്ടും അവളെ എന്നേക്കുമായി ജയിലിലിടാനൊന്നും പറ്റിയില്ലല്ലോ. ഞാനും അത് തന്നെ പറഞ്ഞു വന്നത്. മനോഹരമായ നടക്കാത്തൊരു സ്വപ്നമായി പോയത്. അത് മാത്രമല്ല, കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു, ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല. അല്ല, കക്ഷത്തിൽ നിന്ന് താഴെ വീണ സംഗതി എന്തായിരുന്നു? അത് നിനക്ക് മനസ്സിലായില്ലേടാ ചക്കരെ? അല്ല, എനിക്കിപ്പോ മറ്റൊരു കാര്യത്തില് ടെൻഷനാ രാജു. അതെന്ത് കാര്യം? ഒരു വലിയ സന്തോഷം വന്നപ്പോ അതിനേക്കാൾ ഇരട്ടി ദുഃഖായില്ലേ? മനസ്സിലായില്ല. അച്ഛന് പിണക്കായില്ലേ? ഏയ്, അതൊന്നും സാരല്ല. വർമ്മ സാറല്ലേ. സാർ അത്ര വലിയ തത്വചിന്തകരൊന്നും അല്ല. ഞാനേ അമ്മയെ വിളിക്കാം. മോളെ, അമ്മ വിവരമൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു മോളെ. വേണോട്ടം വിളിച്ചിരുന്നു. പിന്നെ ന്യൂസിലൂടെ ഞാൻ അറിഞ്ഞു. ഇന്നമ്മ സമാധാനത്തോടെ ഉറങ്ങിക്കോ. ശരി മോളെ. അല്ല, മോളിപ്പോ എവിടെയാ? ഞങ്ങളിപ്പോ ഒരു സ്ഥലത്ത് നിൽക്കുക. കുറച്ചു കഴിഞ്ഞ് അച്ഛന്റെ അടുത്തേക്ക് പോവും. നടക്കട്ടെ മോളെ. ഹലോ അമ്മേ, അച്ഛൻ ദേഷ്യപ്പെട്ട വീട്ടിലേക്ക് പോയിരിക്കുന്നു. അതെന്താ? അന്ന് നമ്മൾ ഒരുമിച്ചെടുത്ത ആ വീഡിയോ ഇല്ലേ, അത് കോടതിയിലൊരു പ്രധാന തെളിവായിരുന്നു. അമ്മയോടൊപ്പം ഞാൻ നിൽക്കുന്ന വീഡിയോ അതച്ഛൻ കണ്ടു. അതിനാ ദേഷ്യം. അതൊന്നും നീ കാര്യമാക്കണ്ട. പ്രതാപേട്ടനെ നിന്റെ അച്ഛനാ. നീ ധൈര്യത്തോടെ അച്ഛന്റെ അടുത്തേക്ക് ചെല്ല്. ശരി അമ്മ. എന്താ ശേഖരേട്ടാ, സന്തോഷിക്കേണ്ട നേരത്ത് ഏട്ടന്റെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കുന്നേ? അതെ, പിള്ളേര് പത്മേടത്തെയും കൂടി ജഗന്നാഥേട്ടന്റെ അടുത്തേക്ക് പോയപ്പോഴല്ലേ ആ സംഭവമൊക്കെ ഉണ്ടായത്.
അതിന് രാജുവും ഋതികയും പത്മയുടെ അടുത്തേക്ക് പോയത് ഏട്ടൻ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പത്മയെ നിങ്ങൾക്കെല്ലാവർക്കും സ്വീകാര്യമായിരിക്കും, എനിക്ക് സ്വീകാര്യമല്ല. അവളെ വേണമെന്നുള്ളവര് അവളോടൊപ്പം ജീവിച്ചോട്ടെ, പക്ഷെ എന്നെ കാണാൻ വരരുത്. ഏട്ടനെ പോലൊരു വലിയ മനുഷ്യൻ ഇങ്ങനെ ചെറിയ മനസ്സുള്ളവരെ പോലെ ചിന്തിക്കല്ലേ. എന്തൊക്കെയായാലും ഋതുമോളുടെ അമ്മയല്ലേ ഏട്ടാ പത്മയെടുത്തി. ഒരു അമ്മയെ മകള് കാണരുതെന്ന് പറയുന്നതിനെ ക്രൂരതയല്ലേ. കഴിഞ്ഞ 10-20 കൊല്ലം ഈ അമ്മ എവിടെയായിരുന്നു? അതിനുത്തരം യാമിനിക്ക് പറയാമോ? അതിന് ഉത്തരം പറയാൻ എനിക്ക് പറ്റും, പക്ഷേ ആ ഉത്തരം ഏട്ടന് ദഹിക്കണമെന്നില്ല. ഏട്ടൻ സ്വന്തം മകളെ പോലെ കരുതുന്ന ഒരു അനിയത്തിയെ ഞാൻ. എനിക്ക് ഏട്ടൻ ഒരു ദൈവത്തെ പോലെയാ. ഒരു വാക്കുകൊണ്ട് പോലും ഏട്ടനെ വേദനിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഈ സംസാരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. അവളെ കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ള നിരാശ പുറത്ത് കാണിക്കണ്ട, അവർക്ക് മനസ്സിലാവും.